സംഖ്യാപുസ്തകം 24 അധ്യായം 15 വാക്യം വായിക്കുകയാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ശ്രദ്ധിക്കുക, ആ നക്ഷത്രമാണ് കർത്താവായ യേശുക്രിസ്തു. അന്ന് യാക്കോബിനെ കൊല്ലുവാനായിട്ട് ഏശാവ് പ്രയത്നിച്ചു. അതുപോലെ യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് ഹാമാൻ പരിശ്രമിക്കുവാൻ ഇടയായി. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ, ഹാമാൻ ആരാണെന്നറിയാമോ? ജഡപ്രകാരമുള്ളവൻ, അഗാഗ്യൻ. അഗാഗ് ആരാണെന്നറിയാമോ? ഏശാവിൻ്റെ സന്തതി. അന്ന് ഹാമാൻ യഹൂദന്മാരെ എല്ലാം കൊല്ലുവാൻ ശ്രമിച്ചു. എന്തുകൊണ്ടെന്നാൽ യഹൂദന്മാരിൽ നിന്നാണ് യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നത്. യഹൂദന്മാരെ കൊന്നുകളഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിക്കുകയില്ല. ലോകരക്ഷകൻ ഈ ലോകത്തിലേക്ക് വരികയും ഇല്ല. ആദ്യം മുതൽ തന്നെ പിശാച് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിക്കാതിരിക്കാനായി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ഏശാവ് ജഡത്തിൻ്റെ സന്തതിയാണ്. ഏശാവ് ലോകത്തെ സൂചിപ്പിക്കുന്നു, ജഡത്തെ സൂചിപ്പിക്കുന്നു. ഏശാവിൻ്റെ സന്തതിയിൽ നിന്നാണ് ഹാമാൻ ജനിച്ചത്. ഏശാവിൻ്റെ സന്തതിയിൽ നിന്നാണ് എദോമ്യനായിരിക്കുന്ന ഹെരോദാവ് ജനിച്ചത്. ഇവരെല്ലാവരും തന്നെ ആദ്യം മുതലേ യഹൂദന്മാർക്കെതിരെ തിരിഞ്ഞിരുന്നു. യഹൂദന്മാരെയെല്ലാം പൂർണ്ണമായി നശിപ്പിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, യഹൂദന്മാരിൽ നിന്നാണല്ലോ ലോകരക്ഷകനായ യേശുക്രിസ്തു ജനിക്കുന്നത്. യഹൂദന്മാരെ ഭൂമിയിൽ ഇല്ലാതാക്കുകയാണെങ്കിൽ ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു ജനിക്കുകയില്ല. അതാണ് പിശാചിൻ്റെ തന്ത്രം. ആ എദോമ്യനായ ഹെരോദാവ് എന്തു ചെയ്തെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു പാപപരിഹാര യാഗമായിട്ട് ക്രൂശിൽ മരിക്കാതിരിക്കുവാനായിട്ട് ആ ഒരു പ്രവൃത്തിയിൽ പിശാചിൻ്റെ പ്രേരണ ലഭിച്ചുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുകയാണെങ്കിൽ യേശുക്രിസ്തുവും കൊല്ലപ്പെടും. ഫലമായിട്ട് രക്ഷകൻ ജനിക്കാതിരിക്കുവാനായിട്ട് തടയുവാൻ കഴിയും എന്നതായിരുന്നു പിശാചിൻ്റെ തന്ത്രം. യേശുക്രിസ്തുവിനെ കൊന്നുകളയണം, ലോകരക്ഷകൻ ഈ ഭൂമിയിൽ വന്ന് ജനിക്കാതെ തടയണമെന്ന് മനസ്സിലാക്കി പരിശ്രമിച്ച ഹെരോദാവ് എന്തു സംഭവിച്ചെന്നറിയാമോ? യേശുവിനെ കൊല്ലുവാനായിട്ട് പരിശ്രമിച്ച് കുറച്ചു നാൾക്കകം താൻ മരിക്കാനിടയായി. യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചവൻ മരിച്ചുപോയി. എന്നാൽ മരണപ്പെടുവാനായി തീരുമാനിച്ചിറങ്ങി വന്ന കർത്താവ് ജീവിച്ചു. മാനവരാശിക്കു വേണ്ടി തൻ്റെ പ്രാണനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ പദ്ധതിയെ നിവർത്തിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ആ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു, അവനെ സ്തുതിക്കുന്നു. എന്നാൽ ഹെരോദാവ് എത്ര ദുഷ്ടനാണെന്നറിയാമോ? മരിക്കാൻ പോയപ്പോൾ, മാരകമായ രോഗം ബാധിച്ച് കിടക്കയിലായിരുന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടപ്പോഴും യേശുക്രിസ്തുവിനെ അംഗീകരിക്കാമെന്ന വാക്കുകൾ കൊണ്ട് പറഞ്ഞതായ ഹെരോദാവ് അങ്ങനെ പറഞ്ഞിട്ടും യേശുവിനെ അംഗീകരിച്ചില്ല, അവനെ ആരാധിച്ചില്ല. ബേത്ലഹേമിൽ പോകുവാനായി ശ്രമിച്ചില്ല, മറിച്ച് യേശുവിനെ കൊന്നുകളയാനായിട്ട് ശ്രമിച്ചു. ശരി, അവസാനമെന്തായി? രോഗം ബാധിച്ചു. ഭയങ്കരമായ രോഗം പിടിപെട്ട് കിടപ്പിലായി. താൻ എത്ര വലിയ പാപിയാണെന്ന് തനിക്കറിയാം. താൻ എത്ര വലിയ ദുഷ്ടനാണെന്ന് തനിക്ക് അറിയാം. താൻ മരിച്ചാൽ തന്നെയോർത്ത് കരയുവാൻ പോലും ഒരു വ്യക്തിയുമില്ല എന്ന വാസ്തവം മനസ്സിലാക്കി എന്തു ചെയ്തു എന്നറിയാമോ? താൻ മരിക്കുന്നതിന് മുൻപ് ആ രാജ്യത്തിലെ പ്രായം ചെന്ന ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. മുന്നമേ തന്നെ പറഞ്ഞു വെച്ചു, താൻ മരിക്കുന്ന സമയമെത്തുമ്പോൾ പ്രായമുള്ളതായ ഈ ആളുകളെ എല്ലാം കൊന്നുകളയാനിടയാകണം. തന്മൂലമായി എല്ലാ കുടുംബങ്ങളിലും കരച്ചിലുണ്ടാകും. ഞാൻ മരിച്ചതായ ദിവസം ഈ രീതിയിൽ ആണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് മരിച്ച സമയത്ത് താൻ മാത്രമല്ല മരിച്ചത്, അനേകം ആളുകളെ കൊലപ്പെടുത്തി. അങ്ങനെയെങ്കിലും തന്നെ ആളുകൾ ഓർക്കുന്നതിന് വേണ്ടി. എത്ര ദുർമാർഗിയാണ്! താൻ മരിക്കുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ സിംഹാസനം ആരെങ്കിലും കവർന്നെടുക്കുമോ എന്ന ഭയന്ന് താൻ മരിക്കുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കളിൽ ഒരു മകനെ കൊല്ലിക്കാനിടയായി. കാരണം അറിയാമോ? തൻ്റെ സിംഹാസനത്തെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു.
എന്നാൽ പ്രിയമുള്ളവരെ, അയാൾക്ക് പോലും യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ഒരു അവസരം ലഭിച്ചിരുന്നു. ആരിൽ കൂടിയാണ്? ജ്ഞാനികളിൽ കൂടി. നീ എത്ര ദുഷ്ടനാണെങ്കിലും, എത്ര നീചനാണെങ്കിലും, എത്ര പാപിയാണെങ്കിലും, എത്ര ദുർമാർഗിയാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ രക്ഷിക്കപ്പെടണം. നീ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം. നീ കർത്താവിനെ വിശ്വസിക്കണം. നീ കർത്താവ് നൽകുന്ന ക്ഷമ നേടിയെടുക്കണം. ദുഷ്ടനായി നീ മരിക്കുവാൻ പാടില്ല. നീ പാപിയായിട്ട് മരിച്ച് നരകത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നീ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവം നിനക്ക് രക്ഷിക്കപ്പെടാൻ അവസരം നൽകുകയാണ്. അവനെ വിശ്വസിക്കാനും ക്ഷമ ചോദിക്കാനും അവസരം നൽകുകയാണ്. ദൈവചിത ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ജനിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്ത ദൈവം സകല ആളുകളെയും അറിയിക്കുവാൻ ഇടയായി. വിദേശങ്ങളിലുണ്ടായിരുന്നതായ ജ്ഞാനികൾക്ക് ആ അറിവ് കിട്ടി. ഭരണം നടത്തുന്ന ചക്രവർത്തിമാർക്ക് അറിവ് കിട്ടി. വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നതായ ശാസ്ത്രിമാർക്ക് ആ അറിവ് കൊടുക്കുവാനിടയായി. പുരോഹിതന്മാർക്ക് അറിവ് കൊടുത്തു. എവിടെയോ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ഇടയന്മാർക്ക് ആ അറിവ് കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു. അവൻ കർത്താവായിട്ട് എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കാനായിട്ട് വന്നവനാണ്. കർത്താവ് ഈ അവസരത്തെ കൊടുത്തപ്പോൾ എത്ര പേരാണ് ആ അവസരത്തെ ഉപയോഗിച്ചത്? ശ്രദ്ധിക്കുക. ഇത് കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് ലഭിച്ച അവസരത്തെ നീ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? യേശുക്രിസ്തു ആരാണെന്ന് നിനക്കറിയാം. അവൻ എന്തിനാണ് ഭൂമിയിൽ വന്ന് ജനിച്ചതെന്ന് നിനക്കറിയാം. അവൻ എന്തിനാണ് ക്രൂശിൽ മരിച്ചതെന്ന് നിനക്കറിയാം. എന്തിനു വേണ്ടിയാണ്? നിന്നെ രക്ഷിപ്പാനായി. നിനക്കറിയാവുന്ന ഈ സത്യത്തെ നീ വിശ്വസിക്കാതെ, ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ, അവൻ്റെ സന്നിധിയിൽ വന്ന് അവനെ ആരാധിക്കാതെ, അവനു വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കാതെ എത്ര കാലം ഇങ്ങനെ നീ ജീവിക്കും? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായിട്ടും ലളിതമായിട്ടും ഞങ്ങളോട് സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഹെരോദാവ് എത്ര വലിയ ദുർമാർഗിയായിരുന്നുവെന്നും തൻ്റെ ദുഷ്ടത നിമിത്തമായി താൻ എങ്ങനെയാണ് നശിച്ചു പോയതെന്നും മുന്നറിയിപ്പോടുകൂടിയതായ സന്ദേശം അങ്ങ് ഞങ്ങളെ കേൾപ്പിക്കുവാനിടയായല്ലോ. നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടും നിന്നെ വിശ്വസിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പാപം ചെയ്ത് മുൻപോട്ട് പോയി ഹെരോദാവ് നശിച്ചുപോയി. ഞങ്ങളിൽ ആരെങ്കിലും ഹെരോദാവിൻ്റെ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ കർത്താവേ, അങ്ങനെയുള്ളവരെ നീ ദർശിക്കണമേ. ആരൊക്കെയാണോ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നത് അവരോട് ക്ഷമിക്കണമേ. നിത്യജീവനിലേക്ക് ഞങ്ങളെ ചേർക്കുന്ന ആ വഴിയെ പോകണം. ഇപ്പോൾ ആരൊക്കെയാണോ ഞങ്ങൾക്ക് ആ വഴി വേണം, ഞങ്ങളെ കൈക്കൊള്ളണമേ. പുതിയ ഹൃദയവും പുതിയ ജീവിതവും പുതിയ വഴിയും ഞങ്ങൾക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികൾക്കും നിന്റെ ക്ഷമയെ പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നിന്റെ ഹിതം പോലെ ജീവിക്കുവാൻ അവർക്ക് കൃപ നൽകുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.